ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. മുട്ട പൊരിച്ചുള്ളൊരു കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങളെന്ന് പറയുന്നത് മുട്ട, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ വെച്ച സവോള. ആദ്യം നമ്മൾ മുട്ട പൊരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. മുളക് വേണമെന്നവർക്ക് ചേർക്കാം, ഞാനിവിടെ മുളക് ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ട ഒഴിക്കുന്നു. നല്ലതുപോലെ മുട്ട ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മുട്ട പൊരിക്കുന്ന പാത്രം എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം മുട്ടയിലേക്ക് ഒഴിച്ച് പൊരിക്കുന്നു. നമ്മൾ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ സ്ലൈസ് ചെയ്യാം. ഇപ്പം നമ്മൾ സ്ലൈസ് ചെയ്ത നമ്മുടെ മുട്ട നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പാചകം ചെയ്യാനുള്ള ചട്ടി വെച്ച് ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ കടുകിട്ടതിന് ശേഷം കരിയാപ്പില, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ജീരകം ചേർത്ത് കൊടുക്കുക. പെരുംജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ഒരു 3 അല്ലി, പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം. പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തോടുള്ള മല്ലിപ്പൊടി, പിന്നെ എരിവെല്ലാവർക്കും പല രീതിയിലാണ്, അതുകൊണ്ട് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കാം. ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത് ചെറിയ ചൂട് ആകുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട സ്ലൈസ് വെച്ചത് ഇതിനകത്തോട്ട് ഇടുക. നമ്മളിപ്പം മുട്ട പൊരിച്ച് വെച്ച മുട്ട അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ചട്ടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ മുട്ട പൊരിച്ച കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വീട്ടിൽ നോക്കണം. എനിക്കറിയാവുന്ന പോലെ ഞാനിത് ചെയ്തിട്ടുണ്ട്. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഫിറോസ് ആൻഡ് ഫാമിലിയിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.